ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നല്ല മഴയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ട്, പിള്ളേരൊക്കെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളിന്ന് ഒരു എന്താ പറയുക ഹോം മെയ്ഡ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് നോക്കാം. നമ്മുടെ ഗോകുലുണ്ട് ഇവിടെ, പിള്ളേർക്കൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇത് അജു, ഈ യൂട്യൂബിന്റെ ചാനലിലെ ഓണറായ അക്ഷയ്. നമ്മളുണ്ടാകാൻ പോണ ചിക്കൻ ബിരിയാണി. അതും വെറും ചിക്കൻ ബിരിയാണി അല്ല. എന്ത് ചിക്കൻ ബിരിയാണി അപ്പോ? ഹോംമെയ്ഡ് ചിക്കൻ ബിരിയാണി, കോഴിക്കോട് ചിക്കൻ ബിരിയാണി. കോഴിക്കോട് ആക്കിയപ്പോ നേരം കുറയില്ലോ. എന്തിനു പോയി കാണിക്കണേ? എത്ര അത് വെറുതെ വെളുത്തുള്ളി പരിപാടികൾ ഉഷാറാ. എന്തോരം ടൈമാണ് നിങ്ങക്ക്? ഐഫോണിന്റെ കട്ടിംഗ് പാടൊക്കെയാണ് നമുക്ക്. കുറച്ച് സിമ്പിൾ ട്രിക്സ് ഉണ്ട്. നമ്മൾ വെളുത്തുള്ളിയുടെ നടു ഇങ്ങനെ കട്ട് ചെയ്യാം. എല്ലാ വെളുത്തുള്ളിയുടെയും എന്നിട്ട് നമ്മൾ വെള്ളത്തിലിട്ടോ. അജു കട്ടിങ്ങിലേക്ക് പറഞ്ഞിട്ട്, അജു ഈ ഒരു ഭൂലോക മണ്ടനായി വരുന്നുണ്ട്. ഈ ഭൂലോക മണ്ടനാവുണ്ട്. കാരണം എന്താണെന്നറിയോ? അല്ല, ഇതെന്തൊരു ചെയ്യുന്നത് അറിയോ? ഒരെണ്ണം എടുക്കുക, തൊലി കളയാ, കൊണ്ടേ കഴുകുക, വരിക. ഓരോന്നോരോന്ന് ചെയ്ത് വരുമ്പോ ടൈം എടുക്കും. കണ്ണീരിന്റെ കളി കുറച്ചുകൂടി ഇത് കറിയാണ്ടത്. ഹെൽമെറ്റ് വെച്ച് മതിടാ, ഹെൽമെറ്റ് വെച്ച് മതി. ഹെൽമെറ്റ് വെച്ചാലോ? എന്നിട്ട് വെച്ച് പോയിന്ന് നിന്റെ വെള്ള കൂട്ടുകാരില്ലേ? അത് കാരണം പണിയെടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. പണിയെടുത്ത ആരെങ്കിലും മേടിച്ചിട്ടില്ലടാ? ഇല്ല. അവിടേക്കും ട്രാൻസ്പോർട്ടേഷൻ ഡ്യൂട്ടി ഉറപ്പാണ്. വണ്ടി സ്റ്റാർട്ടായി. ഓ, നിന്നോണ്ടാണ് അലക്കണേ. ആ ഒരു ഇത് കിട്ടിയിട്ടില്ലേ? ഇപ്പൊ തന്നെ എത്ര മിനിറ്റ് ആയി? 21, 22 മിനിറ്റ് ആയി. സെക്കൻഡ്. ഓക്കെ. തുടങ്ങിയ ടൈം കിട്ടൂലേ? വാശിയേറിയ മത്സരം. അരിഞ്ഞ് അതാ പൈസ പോയിരിക്കുന്നു ഗൈസ്. 150 അല്ലേ? എന്താണ് ഗൈസ് ഇവിടെ നടക്കുന്നത്? എന്ത് ടോപ്പിക് എന്ന് പറയാ? സ്വന്തം കോഴിനെ കഴിച്ചേരിച്ച് ഒന്നിനെ കറി വെച്ച് തിന്ന ആളാണ്. അജു, അത് ബിരിയാണികളാണ് നീ പരിഞ്ഞേ? അല്ല,
ഇവിടെ തക്കാളി ഇടും ഇതിലാ ഇതില് അതെടുത്തിട്ടുണ്ട് വലിയ പണിയൊന്നുമില്ല. അത് ഇതിങ്ങനെ വിട്ടാ അതിനാ നോക്കിയില്ലേ യൂട്യൂബില്. അത് കിട്ടി. യൂട്യൂബ് ഇട്ടാണ് ജീവിക്കണം ഇതൊന്നും ജീവിതത്തിലേക്ക് അത് കുറച്ചുകൂടി കട്ടിയാക്ക. ഇത്ര ചെറുതാക്കല്ലേ ഇത്ര. സലാഡിക്കണോ ഇങ്ങനെ കയ്യിലിട്ടോടെ ഇതെന്തിക്കാ? സലാഡിക്കല്ലോ. ബിരിയാണി ഉണ്ടാക്കാൻ എങ്ങനെയാ ഇതെന്തിക്കാ? ഇതില്ലേ? എന്തിക്കായാലും നീ ഇങ്ങനെ റൈസ് മുളക് പൊടി. അത് പൊട്ടിക്കരുത്. സ്പൂൺ ആയിട്ടുണ്ട് അത് ഒരു നാക്ക് ഉണ്ട് മഞ്ഞപ്പൊടി, മാങ്ങപ്പൊടി, മഞ്ഞപ്പൊടി, ചുമക് പൗഡർ, ചിക്കൻ മസാല പൊട്ടിയ വരെ അറിയുന്നില്ലേ ഗൈസ് ഒക്കെ ഉമ്മ കാണിച്ചാ ചെറുനാരങ്ങ കിട്ടിയില്ല ചെറുനാരങ്ങ വരും ഉപ്പിടേ ഉപ്പിലാസട ഇത് ഉള്ളിച്ചമ്മന്തി സ്പൂണോടെ തക്കാളി പക്ഷെ ഇത് തിരുമ്പണത് കൈയോട് കൈ കഴിക്കിട്ട് വേട്ടാ ഞാൻ കൈ മിക്സിങ് കേക്ക് ഇതാണ് കാക്കിക്കാട്ടെ കൈ നീറും കൈ കഴിക്കുന്നേ ടെക്നിക്കുണ്ട്. ഞാൻ മാസ്റ്റേഴ്സിൽ തിരുമ്പലാണ്. വേറൊന്നും ചോദിക്കില്ലേ. ഒരാള് ഒരു ടൈമിൽ ഒരാളെ തിരുമ്പാൻ പാടില്ല. ഇതൊക്കെ പൂട്ടാപ്പോ ചിരിമ്പുകയാണ്. പിഴിഞ്ഞെടുക്കത്തില്ല. കട്ടിയാണ്ടാ ഉപ്പിട്ടിട്ടില്ല. മിനിയൂട്ടിയിലെ തിരുമ്മൽ കഴിവുകൾ. നന്നായിട്ട് ഇതാക്കണം എടാ മെയിൻ സാധനം എടുത്തില്ല തൈര് എടുത്തില്ല തൈരിട് തൈര് മൂക്ക് അജു എങ്ങനെയുണ്ട്? ഉപ്പിട്ടിട്ടില്ല. ഉപ്പിട്ടുണ്ട് ഉപ്പിട്ടുണ്ട് പക്ഷെ ഇത്തിരി കൂടി വേണം. നീ കുറച്ച് വായില്ലോ ചോദിക്കാ അജു. എന്താ മസാല വായിലേക്ക് കുഴപ്പമൊന്നുമില്ല. അക്ഷയ ടേസ്റ്റ് ചെയ്ത് നോക്കിയടാ. തൈര് ഒഴിക്കുകയാണ്. മതി പിടിക്കാനാണ് നമ്മൾ തൈര് ഉപയോഗിക്കുന്നത്. ഓക്കെ ടേക്ക് ലെസൺസ്. നന്നായിട്ട് നമ്മളൊരു ബിരിയാണി ചലഞ്ച് നടത്തിയൊരു ആക്രാന്തം പാടില്ല. ആക്രാന്തം അതൊന്നിനും നല്ലതല്ല. ആക്രാന്തം കൂടിയാണ് അപ്പൊ അവിടെ മാറിക്കണം. ഹലോ ഹലോ ഹായ് വലിയ കഥയാ ഇത് നീ കട്ട് ചെയ്താ അല്ല വ്ളോഗ് എഡിറ്റ് ചെയ്യുന്നത് നമ്മുടെ മധുല്ലേ. ഞാൻ നീ എനിക്ക് തന്നോട്ടാ. എനിക്ക് തന്നോളൂ. ഞാൻ സിസ്റ്റർ ചെയ്തോ. ഓ വർക്കിലെ എത്ര നേരം മേടിച്ചില്ലേ സാധനം കാണില്ല. നമ്മുടെ റൈസായിട്ട് നമ്മള് സ്റ്റഫായിട്ട് ഇത് മധു വന്നിട്ടുണ്ട്. നമ്മള് റൈസ് വെക്കാനുള്ള മൂഡിലേക്ക് പോവാ. സ്ക്രീൻഷോട്ടിൽ നമ്മൾ മേടിച്ചാ ആരും മേടിച്ചാ
നിങ്ങളുടെ കോർഡിനേഷൻ വർക്ക് എനിക്ക് അരി കഴുകുന്ന അച്ഛൻ നമ്മളിങ്ങനെ അരിയണം. നമ്മളിതുണ്ടല്ലോ, നമ്മള് കുറച്ച് കുതിർത്തിടണം. ഒരു 10 മിനിറ്റ് അരി കുതിർത്താൻ നല്ലോണം ഒന്ന് കഴിയോ? കുറച്ചൊരു കുതിർത്തിടണം. എത്ര മണി? ബില്ല് വേണ്ട, നമുക്ക് വിശ്വാസമാണ്. നിനക്ക് ഇനി എത്ര ആ അത് ചിക്കൻ ബിരിയാണിക്കുള്ളതുണ്ടോ? ഒരു പാക്കറ്റ് അതൊക്കെ മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ രണ്ടാൾ കിട്ടിയ ഇന്ന് വൈകുന്നേരം അപ്പൊ ഞാൻ നാരങ്ങ മേടിക്കുന്നില്ല, നാരങ്ങൾ ഉണ്ടാക്കുന്നത് ലെമൺ ജ്യൂസും ബിരിയാണിയാണ് കോമ്പിനേഷൻ. അടച്ചേക്കില്ല. കുറച്ച് കഥകൾ പറയും കേൾക്കുമ്പോഴത്തെ കുക്കിങ്ങിന് പോഡ്കാസ്റ്റ് എടുക്കാനുള്ള കഥയുണ്ട്. പോഡ്കാസ്റ്റ് എടുക്കാനുള്ള കഥയുണ്ട്. അജോ, നമ്മുടെ കുക്കിംഗ് ജീവിതത്തെ പറ്റി എന്തിട്ടാ ഇപ്പൊ ഇരുന്ന് മറ്റേ സാധനം തിന്നാ, നെയ്യ് തിന്നാ, പിടിച്ച് അജോ. പണ്ട് നമ്മള് ഷവായ ഉണ്ടാക്കിയ ഒരു കഥ പറഞ്ഞ മറ്റേ ഗ്രില്ല്, മറ്റേ കറങ്ങണ സാധനം ചിക്കൻ റോ ആയിട്ട് കഴിക്കണം. റോ ചിക്കൻ മസാല less masala, less oil, everything minimal, healthy foods only. ശരത്തങ്ങളിലൊന്നും കഴിച്ചു തീർത്ത് കൂടെ വന്നിട്ടില്ല. നമ്മുടെ പരാജയപ്പെട്ട ആകാശ് അറിയാൻ വേണ്ടി ലേണിങ് വീണ്ടും പൊട്ടി. എങ്ങനെയും ഒന്ന് പഠിച്ച് പാസ്സാക്കി. രണ്ടെണ്ണം പൊട്ടി. ആർക്കും ഇവനെ നല്ലൊരു കയറുണ്ട്. ചത്തോ മരിച്ചോ ഓ മുട്ട ബെസ്റ്റ് അറിയാം. ചെറിയ പിള്ളേരുടെ പോലെ ആദ്യം ഉണ്ടല്ലോ നമ്മള് നെയ്യ് സാധനങ്ങളൊക്കെ ഇല്ലേ, അല്ല നെയ്യ് എണ്ണ പിന്നെ വെക്കണ്ട. ഞാൻ പോകട്ടാ. ഇവനൊരു പാത്രം കൊടുത്ത കുറച്ച് പാലോ കൊണ്ടോടപ്പോ അച്ഛ കമ്മിറ്റി അല്ല അവിടെ നീ എടുത്തിട്ടാ ഇപ്പൊ കൊണ്ടുവന്നിട്ട് പോടാ. എന്തിനാ മത് വാങ്ങിക്കാണ് ഫ്രൂട്ടി അടപ്പൊന്ന് ചേട്ടനോട് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞാൽ മതി. സെയിം മൈ നെയിം.
നിങ്ങളുണ്ടാ ഞങ്ങള് ഇത് സെറ്റ് ചെയ്തിട്ട് വരാം. ബൈ കൊടുത്ത് അപ്പു. അപ്പുവിന് വീട്ടിൽ നിന്ന് വിളി വന്നു ഗൈസ്. അപ്പൊ അപ്പു പോവാണ്. 6 മണിയല്ല, എന്ന് 1 മണി. വിളിക്കില്ല, തിരക്കുറഞ്ഞ വിളിക്കില്ല. മതും കൊണ്ട് പിന്നാലെ ഗൈസ്. തിരക്കുറയും വിളിച്ചോടാ പോവാ. അപ്പൂനൊക്കെ എടുത്ത് കളയണ്ട സമയം. ഈ ഒറ്റ ബിരിയാണി ഇത്ര ലേറ്റ് ആയി. 8 മണിക്ക് മെസ്സേജ് നമ്മൾ 9 മണിക്ക് വെച്ചാണ്. ആ മെസ്സേജ് ഞങ്ങൾ കാട്ടിരാം ഗൈസ്. ആ മെസ്സേജ് കാണിച്ചരാം. ആ മെസ്സേജ് കാണിച്ചരാം. രാവിലെ 8:30 മെസ്സേജ് ആണ് ഗൈസ്. അതല്ല അപ്പൊ അക്ഷയുടെ വക റിപ്ലൈ അതിനുശേഷമുള്ള അപ്പുവിന്റെ ഡയലോഗാണ് ഗൈസ്. എന്റെ വീട്ടിൽ ചെറിയൊരു ഇത് തുടങ്ങി. എന്റെ വീട്ടിൽ വെക്കാനല്ലോ എന്റെ വീട്ടിൽ വെക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. പക്ഷെ രാവിലെ 8 മണിക്ക് ഉണ്ടാക്കണ്ടല്ലേ കൊണ്ടോ പറ്റില്ലേ? നീ കുടിക്കാണ്ട് പാലോ കൊണ്ടുവന്നാളോ? അപ്പൊ പാലടക്ക് പാലട പ്രേമികൾ പാലട വിളിക്കുക, പിന്നെ തിരക്ക് പറയുമ്പോ വിളിക്കുക. ഓക്കെ, അപ്പൊ ഞങ്ങള് വരും ബിരിയാണി കൊണ്ട്. 5 പേർക്ക് വെക്കാൻ പറ്റിയ ബിരിയാണി ചെമ്പ്. 5 പേർക്ക് പിന്നെ ചിക്കൻ വേവണ്ടേ? ഈ പ്രതിസന്ധിയില് മുപ്പത് എന്താ പറയാനുള്ളത്? സമയം നീ 5 മണിക്ക് നോക്കിയാൽ മതി. നമ്മള് 1:30 സെറ്റ് ചെയ്യും ഗൈസ്. സെറ്റ് ആക്കിയിരിക്കും ഗൈസ്. ഇവിടെ നിന്നുണ്ട് 1:30 ഫുൾ ടൈം ഇങ്ങനെ തന്ത്ര വൈബാണ്. ഫോൺ ഫുൾ ഇപ്പോഴും ഫേസ്ബുക്കില്. എന്തായി എന്താ വാങ്ങി? അടാ നിന്നോട് സാധനം മേടിക്കാൻ പറഞ്ഞു. ഫോയിലിംഗ് പേപ്പർ. ഫോയിലിംഗ് പേപ്പർ അപ്പൂനെ വിളിക്കാം. ഇതൊക്കെ ഇത്ര ഉള്ളോ? ഇനി അത് അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യും. ഇതാ പവർ കാണിക്കാൻ 2 ദിവസം ജിമ്മിന് പോയണ്ട. പൊട്ടി തെറിപ്പിക്കരുത് കേട്ടാ. അതൊക്കെ അക്ഷയ വെടി പൊട്ടിക്കാൻ പോകുന്നു. ഗ്യാസ് ലീക്ക് ആയിരിക്കുന്നു. അജോടിച്ച് വീട്ടിൽ പോകുന്നു ഗൈസ്. അപ്പൂന് ശേഷം ആയിരുന്നു ചോദിച്ചൊരു ഉത്തരം. അതാ അജു വീട്ടിൽ പോകുന്നു. വേണ്ട വേണ്ട, ഇനി വരില്ലേ ഒടിയൻ മാണിക്കൻ. തരില്ലടാ ബിരിയാണി. എന്റെ റെയിൻകോട്ടിനെ അവിടെ സമർപ്പിക്കുന്നു. എന്തിന്? അപ്പൂന്റെ റെയിൻകോട്ട് ഇട്ടിട്ട് ടൈ മേടിക്കണവൻ. വീണ്ടും നമ്മൾ ഗ്യാസ് ഓണാക്കണം. സ്റ്റെപ്പ് 1 കംപ്ലീറ്റഡ്. വീണ്ടും പോയി ഗൈസ്. വീണ്ടും നമ്മൾ കത്തിക്കുന്നു. പക്ഷെ പേടിച്ചു ഓട്ടമാണ്. അങ്ങനെ തന്നെയാണോ കത്തുക? അതിനല്ലാണ്ട് ഗ്യാസ് കത്തണ അറിയില്ല. ഓറഞ്ച് ഒക്കെ വരുന്നുണ്ട്. ഇങ്ങനെ സൗണ്ട് പാത്രം കഴിഞ്ഞു ഗൈസ്. ഇത് ഭയങ്കര തീയാടാ. അങ്ങനെയൊന്നും കഴിഞ്ഞൊന്നും മൂലടാ. അത്ര പേർക്ക് പിന്നെ ഈ ഗ്യാസ് വെച്ചാ മതി ഇതിൽ തന്നെ. അല്ലടാ ഇത് ഭയങ്കര ഫ്ലെയിം. കുറച്ചിടാൻ പറ്റില്ല.
ദമ്മടിക്കുമ്പോ സീനാ കുറച്ചിടാൻ പറ്റില്ല. എന്താണ് മധു ഇവരൊക്കെ പറയണത്? എന്ത് ബിരിയാണിയാണ്? എന്ത് ബിരിയാണിയാണ്? ഇതാണ് കോഴിക്കോട് സിമ്പിൾ ബിരിയാണി. കണ്ട ഈ സാധനം കണ്ടോ? അപ്പൂന്റെ ഗാരേജ് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു വണ്ടി മേടിച്ചിടാൻ. അജു ഞങ്ങൾ ഇന്നലെ ഒരു ബിസിനസ് സെറ്റ് ആക്കി. ഇന്നലെ ഒരു ബിസിനസ് സംസാരിച്ചു. അല്ല അപ്പു പറഞ്ഞ എന്തിനാ ഒരു പോർഷ അവന്റെ ഗാരേജിനെ മുകളിൽ കയറ്റിട്ട് ഇങ്ങനെ അടിക്ക് തൂക്കിയിടുത്തറ ഒരു പോർഷ. മുട്ട അതിന്റെ മേലെ കഫ്റ്റീരിയ, ഞാനും മുട്ടും കൂടിയിട്ട്. അല്ല മുട്ട നമ്മളെല്ലാരും കൂടിയിട്ട് ഒരു കഫ്റ്റീരിയ. ഏതൊരു മൂട് ഫ്യൂച്ചർ ഗേൾഫ്രണ്ട്. The reason. Car is life, bro. Car is life. മുട്ടോ ഈ വ്ളോഗ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവര് പലരും കാണും. ഇല്ലെങ്കിൽ ഞാൻ അയച്ചു കൊടുക്കും. So coming to the biryani. Biryani Coming back to the biryani. Coming back to the biryani. Biryani ഇപ്പൊ എന്താ ചിക്കൻ നമ്മൾ സെപ്പറേറ്റ് പിന്നെ അതേപോലെ റൈസ് നമ്മൾ ഹാഫ് കുക്കർ ആക്കി വെച്ചിട്ടുണ്ട്. അത് എടുക്കുക അത് മേടിക്കാൻ മധു പോയിട്ടുണ്ട്. മധു സാധനം മേടിക്കാൻ വേണ്ട, ഫോയിൽ പേപ്പർ മേടിക്കാൻ വേണ്ട. മാവ് വെക്കണ്ട. അത് വേണ്ട അത് പണ്ടത്തെ ഇപ്പത്തെ ഫോയിൽ പേപ്പറാ. ഓക്കെ അപ്പൊ അത്ര മുട്ടിന്റെ സെർച്ച് ലിസ്റ്റ് റീലൊക്കെ ക്രമാവിന്റെ തേയിലാണ്. മുറുക്ക് റോഡ് മൊത്തം ഒന്ന് മാറ്റി പണിയാണ്. അതിനെ കുറിച്ച് മൂർക്കിനിക്കര വികസനം അല്ല എന്തായാലും സൂര്യമ്പളിക്ക് വികസിക്കും. അപ്പളേക്ക് നമ്മുടെ കാറുകളൊക്കെ സെറ്റാവും. അടാ എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി കൊണ്ടുവരാൻ സാധ്യതടാ. കുറച്ചുകൂടി വീതിയോളം ഫോർച്യൂണർ മറ്റേ ടയറൊക്കെ ബൾജ് ചെയ്തിട്ട് ബലൂൺ ടയറൊക്കെ ഇട്ടിട്ട് ഞാൻ ആ ഒരു മൂടെ പിടിക്കുന്നത്. അത് മാത്രം റെഡി ആക്കിയാൽ മതി. അല്ലെങ്കിൽ അടി കിട്ടും, നമ്മുടെ വണ്ടിയിൽ അടി കിട്ടും. നമുക്ക് ഓഫ് റോഡ് ഓടിച്ചടിക്കാൻ വേണ്ടി ശിവന്റെ അമ്പലത്തിന്റെ അത് കൂടെ ഒരു എന്താണ് എന്തിനാ പറഞ്ഞ അക്ഷയ് പണ്ടത്തെ കാറിലേട്ടാ അല്ല ആരാന്ന് ഗസ് ചെയ്യ്. 2 കോടി 11 ലക്ഷം രൂപ ഉള്ളല്ലേ? അത് 4 കോടി മേടിക്കുമ്പോ നല്ല മേടിക്കണം. ചീപ്പസ്റ്റ് കുറച്ച് പിന്നെ അതുകൊണ്ട് ഒരു റൈബൻ മറ്റേ ക്ലാസ് മേടിക്കണം. വീഡിയോ ഒക്കെ എടുക്കണ്ട. നമ്മൾ പിന്നെ ഇങ്ങനെ കഷ്ടപ്പെട്ട് കണ്ണട വെച്ചിട്ട് പിന്നെ പുഴയിൽ ഓടിക്കാൻ ഒരു ബോട്ട് വീടിന്റെ ബാക്കില് പോലെ എന്താ നമുക്ക് എനിക്ക് കുഴപ്പമില്ല. മാസം 9,000 കിട്ടുന്നുണ്ട്. 30 ബാക്കി കടമെടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. എന്താണ് എല്ലാവർക്കും ജോലി 30,000 മാസം എന്താ പ്രശ്നം? ഞാൻ 30,000 മാസത്തല്ലേ 1 കോടി 12 years 12 വർഷം കൊണ്ട് 1 കോടി. ഒരു 36 കൊല്ലം കഴിഞ്ഞാൽ അപ്പൊ നമുക്കൊരു 36 + 20 56 ഒരു 60 വയസ്സുള്ള 60 വയസ്സിൽ പോർച്ച് എടുത്തിട്ട് ഇറങ്ങി നടക്കുന്നു, വണ്ടി ഓടിച്ച് നടക്കുന്നു. അല്ലെ അജു 60-ാമത്തെ വയസ്സിൽ പോർച്ച് എടുത്തിട്ട് വണ്ടി ഓടിച്ച് നടക്കുന്നു. ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ പറഞ്ഞാൽ EMI എടുക്കാൻ പറ്റും. ഞങ്ങളാണ് 2 ലക്ഷം രൂപ അടയ്ക്കാൻ, ഡൗൺ പേയ്മെന്റ് 2 ലക്ഷം രൂപ.
ഫ്രീ കൊണ്ട് മേടിക്കാം. ഒരു കോടിക്ക്. വണ്ടിയെ പോലെ 2 കോടിക്ക് കിട്ടായി. നമ്മുടെ ഏതാണ് വെച്ചിരിക്കുന്നു കാർലോസ് തിളക്കുന്ന ചിക്കൻ. വാവ്, തിളച്ച് പറയുന്ന ചിക്കൻ റൈസ്. ഇതാ നമ്മുടെ ഹാഫ് കുക്കഡ് റൈസ്. ഇത് നമ്മളിനി ദമ്മിടും. മധു വന്ന അപ്പൊ ദമ്മിടും. മധു ആണ് ദമ്മിടണ സാധനം കൊണ്ടുവരണം. അതെ, സുരക്ഷിതമായിട്ട് നമ്മൾ സുരക്ഷിതമായിട്ട് അക്ഷയുടെ കരങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടത്തെ പോലെയാണ് നോക്കട്ടെ. ഓ നോക്കണ്ട. എല്ലാം കൂടി പോകുന്നു. കയ്യിന്ന് പോയ ബിരിയാണി അക്ഷയുടെ കയ്യിൽ നിന്ന് പോയി കഴിച്ചു. അപ്പൊ അക്ഷയ മൂമ്മേനെ വിളിച്ച് രക്ഷപ്പെട്ടു. ആരും വൈകിയുണ്ടായി ബിരിയാണി. കുറച്ച് വെക്കണം, അല്ലെങ്കിൽ അതിനുള്ള വലിയ പാത്രം ഉണ്ടാവും. ഇതൊക്കെ നോക്കിയിട്ട് വേണം. അത് കരിയും. ഉള്ളി എത്ര പെട്ടെന്ന് കരിയും. ഇതിലൊന്നും നമ്മള് തളരാൻ പാടില്ല. ഇവനെ നമ്മുടെ ഗ്രൂപ്പിൽ ഇവനെപ്പോ പുറത്തോണം. ഇവനെ പുറത്തോണം. പാട്ട് വെക്കാൻ ആരോടിക്കണ നമ്പർ ലീക്ക് നമ്പർ ലീക്ക് അയച്ചിട്ടാ. നമ്പർ ലീക്ക് അയച്ചിട്ടാ. ഇതിലേക്ക് കുറച്ച് മാറ്റിയിട്ട് രാജുവിന്റെ മനസ്സ് തളർന്ന ജോട്ടിരിക്കട്ടാ. എന്താ കാണാൻ രസല്ലേ? അത് മതി. കാണാൻ രസല്ലേ രാജു? കാണാൻ രസല്ലേ? അടി പിടിച്ചോളൂ കുറച്ച്. കാണാൻ രസല്ലേ? അപ്പൊ കാണാൻ രസല്ലേ? കണ്ടാസ്വദിക്കുക. കണ്ടാസ്വദിക്ക. ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ട്. ആരും ടേസ്റ്റ് നോക്കാൻ ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ടാവും. നല്ല ടേസ്റ്റ്. ഒന്നുകൂടി പറയാം. എന്താ സെറ്റ് സെറ്റ്. അഭിമാന നിമിഷം. അഭിമാന നിമിഷം. അഭിമാന നിമിഷം. പാപ്പ ബാൻ ഉദ്ദേശിച്ചത്. പാപ്പ ബാൻ ഉദ്ദേശിച്ചത്. പോ അതാ ഉദ്ദേശിച്ചെന്ന് അവനതാ പാടിയ. അവരവനെ കാണിക്കണില്ല. അല്ലക്കിട്ട് പോവാ. അവര് 3 മണിക്ക് ബർത്ത്ഡേ പാർട്ടി നിന്ന് എവിടെ ഇല്ലാത്തൊരു ടൈമിങ് നോക്കിയേ. ഒന്നെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വെക്കുക ബർത്ത്ഡേ പാർട്ടി. ഇതൊന്നും ഇല്ലാത്ത ടൈമില് 3 മണിക്ക്. തള്ളിന് ഒരു കുറവില്ല എന്റെ അപ്പൂന്. പിന്നെ മസാലകൾ കുറവാ. കൂടുതലെന്ന് ലാസ്റ്റ് ആകെ 2 ഒരു സവോള ഉണ്ടായിരുന്നു നമ്മുടെ ബിരിയാണിക്ക്. എല്ലാം മസാല ഇതാക്കി വെച്ച് കഴിഞ്ഞു. കുഴപ്പമില്ല. ഫുഡ് ബ്ലോഗിങ് പാടി ഫുഡിന് പറ്റില്ല. ഇതിടും പക്ഷെ ഇതിലും മേഖലയിൽ നമുക്ക് ക്ലച്ച് പിടിക്കില്ല. അപ്പൊ കഫേ ക്യാൻസൽ ഇട്ടാ. ഇതിന് അതിനോടത്തെ കഫേ ക്യാൻസൽ ചെയ്തു. അല്ല പിന്നെ അറിയണേരോ കൊണ്ട് തന്നെ തുടങ്ങി. നീ പുറം പൊക്കാട്ടാ. ആ സ്ഥലത്തോട്ട് കളിക്കല്ലേ. ലാസ്റ്റത്തെ പടം നിർത്തിയോ? സൈനിങ് ഓഫ്. ഇതോടുകൂടി നിർത്തി. നാളെ മേലാക്കാം. നിർത്തി. ഇതുണ്ടാവില്ല കേസ്. അത് മധു പറയാ. നല്ല ശരിക്കുള്ള ഒപ്പീനിയൻ പറഞ്ഞേ. സത്യം ഇന്നലെ അജുന്തിനാണല്ലോ പറഞ്ഞേ. ഇന്നത്തെ ഇത് വിജയിച്ച അടുത്ത ബിരിയാണി ചാലഞ്ച് നമുക്ക് തന്നെ വയ്ക്കണം. വിജയം വിജയം ഇനിയില്ലേ ബിരിയാണി ചാലഞ്ച്. മധു മനസ്സുകൊണ്ട് പറഞ്ഞില്ല.
ഞാൻ പറഞ്ഞില്ല. പാത്രത്തിന് മുക്കാവാകും സവാള ഇടുന്നു അത്രയ്ക്ക് ഇടണ്ട സബോള വേണടാ. ഞാൻ പറയട്ടെ വേവുമ്പോ നീ കിട്ടാ മതി അത് പാടി കഴിഞ്ഞിട്ട് നീ ഇട്ടാ മതി ഇതായിട്ടാ മതി മുളക് പൊടി ഇടുന്നുണ്ടല്ലോ കുറച്ച് മുളക് പൊടി ഇടണം അപ്പൊ കൊല്ലോ കുരുമുളക് പൊടി കുരുമുളക് പൊടിയിലല്ല ഇരുവിരിക്കണേ കുരുമുളക് പൊടിയാണ് ഇരുവിരിക്കണേ പിന്നെ മസാല പൊടി ഇതിപ്പോ പറഞ്ഞാ പോരാ തിന്നു കഴിഞ്ഞിട്ട് ഞാൻ അപ്പൊ പറയുമ്പോ എന്നെ കടിക്കാൻ വരില്ല അവിടെ നിങ്ങൾ രണ്ടുപേരും നീ ഇടണ്ടാ പറഞ്ഞ മുളക് പൊടി മുളക് പൊടി പറഞ്ഞേ അല്ല മുളക് പൊടി ഇടുന്നതല്ല മസാല പൊടി കൂടി ഇടണം കഴിഞ്ഞില്ലേ? കുറച്ച് നീ കൊടോട്ടിയോ പൊതിഞ്ഞെടുക്കണം കുറച്ച്. തിന്നു കഴിഞ്ഞിട്ടാണോ പൊതിഞ്ഞെടുക്കണം കുറച്ച്. ഒരു കുഴപ്പമില്ല നമ്മളെ ഫുഡിന്റെ ടേസ്റ്റിനായിട്ടും കൂടുതൽ അതിന് നമ്മള് സ്പെൻഡ് ചെയ്ത എഫേർട്സിലാണ് കാര്യം. 2 പ്രാവശ്യം നീ വീട്ടിൽ പോയിടാ. അപ്പൊ ഇവിടെ പണിയെടുത്ത് പോരാണ്ട് അമ്പലത്തിലോട്ട് പണിയെടുത്ത് അവിടുത്തെ ചോറും പായസം തീർത്തു. ഇതില് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയത് അപ്പൂരാണ്. സദ്യ കഴിച്ചു, ബിരിയാണി കഴിച്ചു. ഇത് ഇനി പോവാ അടുത്തേക്ക്. ഞാന് പോകുമ്പോ കാട്ടടിക്കണം നല്ല പാർട്ടി പോണ വഴി റിസപ്ഷൻ ഉണ്ടെങ്കിലേ സന്തോഷായി. ഒരു സൈലന്റ് ഔട്ടറാണ്. ഒരനുഭവങ്ങളാണ് നമ്മളെ ഓരോ പാഠത്തിലേക്ക് കൊണ്ടെത്തിയത്. അനുഭവങ്ങൾ പഠിച്ചത് ഒന്നും ചെയ്യാതിരിക്കുന്നതിനായിട്ട് നല്ലത് നമ്മൾ ചെയ്ത് കുക്കിംഗ് നോക്കുന്നതാണ്. നമ്മൾ കുക്കിംഗ് തോൽവിയിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി മസാല കുറവാന്ന് മനസ്സിലായി. അപ്പൊ ഇത് മസാല എന്നാ ചില അപ്പൂന്റെ വാക്ക് കേട്ട് നമ്മള് മസാല ഇട്ടില്ല മസാല വേണം മസാല വാങ്ങാന് ഞാൻ പറഞ്ഞു ഇവര് പൂമ്പ് കുറച്ച് മസാല വാങ്ങുന്നതാണ് ഞാൻ ചെറുത് മതി നിങ്ങളെ പറഞ്ഞു ഞാൻ അല്ല പറഞ്ഞു മസാല വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞു മസാല വാങ്ങി അത് വറുത്ത് പൊടിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി സമ്മതിച്ചില്ല അനുവാദം നീയേ സംഭവം എന്തോ നമ്മളിത് ഉണ്ടാക്കാൻ ടേസ്റ്റ് അല്ല ഉണ്ടാക്കി വിഷയസാധനം വിഷയം. കയ്യിലുള്ള എല്ലാവരും ചിക്കടി പിടിച്ചു. ചിക്കനില് മസാല ഇല്ല, എരിവില്ല, പുളിയില്ല, കോഴിക്കോട് ബിരിയാണി ഏറ്റവും വലിയ ഡ്രോബാക്ക് ഇതാണ് വെച്ചത്. ഇത് 100% ജിമ്മിനൊക്കെ പോണവർക്ക് വേണ്ടിയുള്ള ഒരു കല്യാണം റെസിപ്പിയാണ്. healthy. ലെസ് മസാല ഓൺലി പുഴുങ്ങിയ ചിക്കൻ വെറും വെള്ളത്തിൽ തിളപ്പിച്ച ബിരിയാണിയാ ഭാരത ഈസി ഈസി ടു മേക്ക്. ഈസി ഡീസി. മലയാളം അടുത്ത വ്ളോഗുമായി നമ്മളെന്തായാലും ഫുഡ് ബ്ലോഗ് ട്രൈ ചെയ്യാൻ പോകില്ല. ഏത് ഫീൽഡാണ് നിങ്ങൾ പറയും. നാളെ തൊട്ട് കേൾക്കുമ്പോൾ ബോയ്സിന്റെ ജിം Gym vlog. നാളെ പോലെ ഒരു ബ്ലൂപ്പ് എടുത്ത